വോട്ട് വാങ്ങുണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ. വർഗീയത വളരുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനിയുള്ള കാലത്ത് ഒരു കോംപ്രമൈസും വർഗീയതയുമായി ഉണ്ടാവില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഞാൻ ആദ്യമായി ഈ നിയമസഭയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ നിയമസഭ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. MLA മാർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തണം. നല്ല കാര്യങ്ങൾ ഉറക്കെ വിളിച്ച് നല്ലതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ സ്വകാര്യത്തിലെങ്കിലും പറയണം, നന്നായിരുന്നു. തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടണം. ശരി, അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ ഞങ്ങളത് കറക്റ്റ് ചെയ്യും. നമുക്ക് കേരളത്തിനൊരു മാറ്റം ഉണ്ടാക്കണം. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക്, നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളമെന്നുണ്ടാകണം. സാർ, എനിക്ക് അഭിമാനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഞങ്ങളുടെ ടീം UDF എടുത്ത ഒരു സുപ്രധാനമായ നിലപാടുണ്ട്. ആ നിലപാട് അഡമന്റ് ആയിട്ടുള്ള സെക്യുലർ നിലപാടാണ്, വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണ്. ഞങ്ങൾ ഒരാളായിട്ട് കോംപ്രമൈസ് ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ചിലർ വന്നു. ഞങ്ങൾ പറഞ്ഞു, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ. വർഗീയത വളരുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഞങ്ങൾ സാർ, അതിന് മതേതര കേരളം നൽകിയ അംഗീകാരമാണ് ഞങ്ങളുടെ ഈ ഉജ്ജ്വലമായ വിജയം. മതേതര കേരളം, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു മതേതര സ്വഭാവം, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉള്ള കേരളത്തിൽ എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം. ഞാൻ ഈ നിയമസഭയ്ക്ക് ഉറപ്പ് നൽകുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനിയുള്ള കാലത്ത് ഒരു കോംപ്രമൈസും വർഗീയതയുമായി ഉണ്ടാവില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. വർഗീയതയെ അതിന്റെ മുഖം നോക്കി വിമർശിക്കുക തന്നെ ചെയ്യും.